ടി.ജി. മോഹൻദാസിനെ തിരുവനന്തപുരം പോലീസ് ട്രെയിനിംഗ് കോളേജിൽ നിന്ന് വൈദ്യ പരിശോധനയ്ക്കായി ഇപ്പോൾ കൊണ്ടുപോയിരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇപ്പോൾ വിനീഷുണ്ട് വിവരങ്ങൾ നൽകുവാനായി. വിനീഷ്, നിലവിലെ ഒരു സാഹചര്യത്തിൽ പ്രതിഷേധമൊക്കെ എങ്ങനെയാണ്? തലസ്ഥാനത്ത് ശക്തമായ രീതിയിൽ വരുന്നുണ്ടോ? നിലവിൽ സംസ്ഥാനത്താകെ ടി.ജി. മോഹൻദാസിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം തന്നെയാണ് ഉയരുന്നത്. ഇപ്പോൾ നിലവിൽ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കുന്നതിന് മുമ്പ് വൈദ്യപരിശോധനയ്ക്കായി തിരുവനന്തപുരത്തെ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഞാൻ നിൽക്കുന്ന ഈ വഞ്ചൂരിലെ കോടതി വളപ്പിലേക്ക് അദ്ദേഹത്തെ എത്തിക്കും. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഇത്തരത്തിലാണ്. ഒരുപക്ഷെ ജാമ്യാപേക്ഷ കോടതി പരിഗണിച്ചുകൊണ്ട് തന്നെ ജാമ്യം നൽകാനുള്ള ഒരു സാധ്യത തന്നെയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിയമവിദഗ്ധർ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായിരുന്നാലും അല്പസമയത്തിനകം തന്നെ ടി.ജിയെ ഞാൻ നിൽക്കുന്ന വഞ്ചൂർ കോടതിയിലേക്ക് എത്തിക്കും. അതിനുശേഷമായിരിക്കും ജാമ്യാപേക്ഷ കോടതിയിൽ അഭിഭാഷകൻ നൽകുക. അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കിയിരിക്കുന്നു. ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ഇരട്ടത്താപ്പ് നയത്തിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. സംസ്ഥാനത്തുടനീളം ഇത്തരത്തിൽ വലിയ പ്രതിഷേധമുയരുന്നു. ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത് വിവിധ തലങ്ങളിൽ വലിയ രീതിയിലുള്ള വിദ്വേഷ പ്രചരണങ്ങൾ, വർഗീയ പ്രചരണങ്ങൾ നടത്തിയവരെ സംരക്ഷിക്കുന്ന സർക്കാരാണ്, വി.ഡി. സതീശൻ സർക്കാരാണ് ഇപ്പോൾ ടി.ജിക്കെതിരെ നടപടിയുമായി രംഗപ്രവേശനം ചെയ്തിരിക്കുന്നത്. ഈ നടപടിക്ക് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ അജണ്ടയുണ്ട്. ആ രാഷ്ട്രീയ അജണ്ട എന്ന് പറയുന്നത് ഒരു പ്രീണന രാഷ്ട്രീയമാണ്. ആ പ്രീണന രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോഴത്തെ ഘട്ടത്തിൽ ടി.ജിയുടെ അറസ്റ്റിലേക്കൊക്കെ പോലീസ് നീങ്ങിയിരിക്കുന്നത് എന്നതാണ് ബി.ജെ.പി. ഉയർത്തുന്ന പ്രധാന ആക്ഷേപം. ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ പരാജയം, പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളി മേഖലകളിലടക്കം വലിയ വീഴ്ചകൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ഇടപെടുന്നതിൽ സംസ്ഥാന സർക്കാർ പൂർണ്ണ പരാജയമായി മാറി. ഈ ഘട്ടത്തിലാണ് ആ വിഷയങ്ങളൊക്കെ മറച്ചു നീക്കുക, അല്ലെങ്കിൽ ആ വിഷയങ്ങളൊക്കെ പൂർണ്ണമായും നീക്കി നിർത്താനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടുകൂടി ടി.ജിയുടെ വീട്ടിലെത്തി പോലീസിൻ്റെ അറസ്റ്റും കസ്റ്റഡിയിലെടുക്കും നടത്തുന്ന ആ ഒരു രാഷ്ട്രീയ നാടകം. ആ രാഷ്ട്രീയ നാടകത്തിനുള്ളിൽ കൃത്യമായ ഒരു പ്രീണനമുണ്ട്. സംസ്ഥാനത്ത് തന്നെ തീവ്രവാദ മതമൗലികവാദ സംഘടനകളെ പ്രീണിപ്പിക്കാനാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കം സംസ്ഥാന പോലീസിൻ്റെ ഭാഗത്തുനിന്ന്, ചെന്നിത്തലയുടെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്ന ആക്ഷേപം തന്നെയാണ് ഇപ്പോൾ ബി.ജെ.പി. നേതാക്കൾ പ്രധാനമായും ഉയർത്തുന്നത്. എന്തായിരുന്നാലും കോടതി നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ടി.ജിയെ ജനറൽ ആശുപത്രിയിൽ, തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ നിന്ന് ഞാൻ നിൽക്കുന്ന വഞ്ചൂർ കോടതിയിലേക്ക് എത്തിക്കും. അതിനുശേഷം ജാമ്യാപേക്ഷയ്ക്കുള്ള നടപടികൾ ആരംഭിക്കും. എന്തായിരുന്നാലും സംസ്ഥാനത്തുടനീളം ഈ ഒരു വിഷയത്തെ ചൊല്ലി വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ, ടി.ജിയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങൾ തന്നെയാണ് ഉയർത്തുന്നത്. ഇതിലൂടെ സംസ്ഥാന സർക്കാരിൻ്റെ ഇരട്ടത്താപ്പ് നയമാണ് പുറത്തു വരുന്നത് എന്നതാണ് പ്രധാനമായും ഉയർത്തുന്ന ആക്ഷേപം. ജനങ്ങൾ തന്നെയാണ് ഇത്തരം ആക്ഷേപങ്ങൾ പറയുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് തന്നെ ദേശീയ ഗാനത്തെ പോലും തള്ളിപ്പറയുന്ന, അല്ലെങ്കിൽ വന്ദേ മാതരത്തെ തള്ളിപ്പറയുന്ന സംസ്ഥാനത്തെ മന്ത്രിമാരെ കാണാൻ സാധിച്ചു. കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർ വന്ദേ മാതരം പൂർണ്ണമായും പാടാൻ പാടില്ല, അല്ലെങ്കിൽ അത് പാടില്ല എന്ന നിലപാടിലേക്ക് സംസ്ഥാനത്തെ മന്ത്രിമാർ പറയുന്ന ഒരു സാഹചര്യം. ഒപ്പം ചീഫ് സെക്രട്ടറി തന്നെ നേരിട്ട് സർക്കുലറായി ഈ വരുന്ന ഓഗസ്റ്റ് 15 കൃത്യമായി വന്ദേ മാതരം പൂർണ്ണമായും തന്നെ പാടണം, എല്ലാ വരികളും പാടണമെന്ന നിർദ്ദേശം സംസ്ഥാനത്തെ എല്ലാ സർക്കാർ സ്ഥാപനങ്ങളിലേക്കും നൽകുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുന്നു. പക്ഷേ അപ്പോഴും ഭരണ സംവിധാനത്തിൽ നിന്നുകൊണ്ട് ദേശീയതയ്ക്കെതിരെ ശബ്ദമുയർത്തുന്ന ഒരു വിഭാഗം നേതാക്കളെയും മന്ത്രിമാരെയാണ് സംസ്ഥാനത്ത് കാണാൻ സാധിക്കുന്നത്. ഇവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ ഇതുവരെയും സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല. ഈ നടപടി സ്വീകരിക്കാത്ത സർക്കാർ സംവിധാനങ്ങളാണ് ഇപ്പോൾ ടി.ജിക്കെതിരെ പ്രതികാര നടപടിയുമായി രംഗപ്രവേശനം ചെയ്തിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായിരുന്നാലും എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഇത്തരത്തിലാണ്. നിലവിൽ ജി സുധാകരൻ അടക്കമുള്ള CPM നേതാവ് ജി സുധാകരൻ അടക്കമുള്ളവർ ഭരണഘടനയെ പോലും തള്ളിപ്പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തിയപ്പോൾ പോലും സംസ്ഥാന സർക്കാരും ഒപ്പം തന്നെ അന്ന് പ്രതിപക്ഷത്തിരുന്ന കോൺഗ്രസും ഉൾപ്പെടെ മിണ്ടാട്ടം ഇല്ലാതെ ഇരിക്കുന്ന ആ സർക്കാർ സംവിധാനങ്ങൾ വീണ്ടും ഭരണത്തിലേക്ക് വരുമ്പോൾ ഏകപക്ഷമായ നടപടിയിലേക്ക് നീങ്ങുകയാണ് എന്നതാണ് പ്രധാനപ്പെട്ട ആക്ഷേപം.
കഴിഞ്ഞ 2 ദിവസം മുമ്പ് തന്നെ ഒരാഴ്ചക്കിടെ തന്നെ KM ഷാജി, ഇപ്പോഴത്തെ മന്ത്രിയായിട്ടുള്ള KM ഷാജി അടക്കം ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള വിദ്വേഷ പ്രസംഗം നടത്തിയത് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ അടക്കം സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ ചർച്ചയാവുകയും മന്ത്രിക്കെതിരെ കേസെടുക്കണമെന്ന നിലപാട് പോലും സംസ്ഥാനത്ത് പല കോണുകളിൽ നിന്ന് ഉയർന്നു വരികയും ചെയ്തു. അപ്പോഴത്തെ ഘട്ടത്തിൽ പോലും യാതൊരു വിധമായ നടപടിയുമായി ഈ സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയുടെ പോലീസ് മുന്നോട്ട് പോയിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അവിടെയാണ് ആ കേസുകൾ പല ഘട്ടങ്ങളിലായി കേസ് പോലും രജിസ്റ്റർ ചെയ്യാതെ നിൽക്കുമ്പോൾ പാറ്റ സമരത്തിനെതിരെ പറഞ്ഞ TG മോഹൻദാസിനെ അറസ്റ്റ് ചെയ്യുന്നതിന് മുന്നിൽ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത് കോടതിയിലേക്ക് എത്തിക്കുന്നതിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്നതാണ് ഉയരുന്ന പ്രധാന ആക്ഷേപം. എന്തായിരുന്നാലും അല്പസമയത്തിനകം തന്നെ TGയെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം ഞാൻ നിൽക്കുന്ന ഈ തിരുവനന്തപുരത്തെ തന്നെ വഞ്ചിയൂർ കോടതിയിലേക്ക് അല്പസമയത്തിനകം ശരി, വ്യക്തമാണ് വിനീഷ്. എന്തായാലും തുടരുക. കൃത്യമായ പ്രീണന രാഷ്ട്രീയം അത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇടത് വലത് ജിഹാദി ശക്തികളുടെയൊക്കെ കൃത്യമായ ഇടപെടൽ ഇതിൽ നടന്നിട്ടുണ്ടെന്നതും നമുക്ക് വ്യക്തമാണ്. എന്തായാലും മനോജിലേക്ക് കൂടി പോവുകയാണ്. ഇപ്പോൾ വൈദ്യപരിശോധന കഴിഞ്ഞ് അദ്ദേഹത്തെ പുറത്തോട്ട് ഇറക്കുകയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മനോജ്, എന്താണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ്? പാറ്റ സമരത്തിനെതിരെ നടത്തിയ പരാമർശത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്ത TG മോഹൻദാസിനെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം വഞ്ചിയൂർ കോടതിയിലേക്ക് കൊണ്ടുപോവുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. പാറ്റ സമരത്തിനെതിരെ നടത്തിയ പരാമർശത്തിന്റെ പേരിലാണ് ഈ നടപടിയൊക്കെ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. കൃത്യമായ പ്രീണന രാഷ്ട്രീയം മാത്രം ലക്ഷ്യം വെച്ചുള്ള ഒരു നടപടിയായി തന്നെ ഇതിനെ കാണേണ്ടിയിരിക്കുന്നു. മനോജ് ചേരുന്നുണ്ട് തത്സമയ വിവരങ്ങൾ നൽകുവാനായി. മനോജ്, എങ്ങനെയാണ് വൈദ്യപരിശോധന പൂർത്തിയായി അദ്ദേഹം കോടതിയിലേക്ക് പോയി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? എന്താണ് ഏറ്റവും പുതിയ വിവരം? വൈദ്യപരിശോധന പൂർത്തിയാക്കി ഇപ്പോൾ വഞ്ചിയൂർ കോടതിയിലേക്കാണ് അദ്ദേഹത്തെ കൊണ്ടുപോയിരിക്കുന്നത്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രാഷ്ട്രീയ താല്പര്യം കൊണ്ടുള്ള ഒരു അറസ്റ്റ് എന്നുള്ളത് തന്നെയാണ്. തിരുവനന്തപുരം സൈബർ പോലീസിൻ്റെ ഒരു വിഭാഗമാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ഇന്നിപ്പോൾ ഇവിടേക്ക് എത്തിച്ചുകൊണ്ട് വൈദ്യപരിശോധന പൂർത്തിയാക്കി കോടതിയിലേക്ക് വലിയ അതോടൊപ്പം തന്നെ വിമർശിക്കേണ്ടതിനെ വിമർശിച്ച് മുന്നോട്ട് പോകുന്ന ആളാണ്. അദ്ദേഹത്തിനെതിരെ ഏതൊക്കെ തരത്തിലാണ് നടപടി എടുക്കാമെന്നുള്ള ആളാണ്. അദ്ദേഹത്തെ ഏതൊക്കെ തരത്തിലാണ് നടപടി എടുക്കാമെന്ന് ഒരു കാത്തിരിപ്പ് അത് സ്വാഭാവികമായും ഭരണകൂടത്തിന് ഉണ്ടായിരുന്നു. അത് രാഷ്ട്രീയ താല്പര്യം മുൻനിർത്തി തന്നെയാണ് അത്തരത്തിലൊരു നടപടിയിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. എന്തായാലും ഇനി ഉള്ള സമയമെന്ന് പറയുന്നത് കോടതിക്ക് ഉള്ളിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോവുകയാണ്. സ്വാഭാവികമായും അദ്ദേഹത്തിന് ജാമ്യം കിട്ടുവാനുള്ള ഒരു സാധ്യതയുണ്ട്. നിയമവിദഗ്ധരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനെതിരെ ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ അത് പരിശോധിക്കുമ്പോഴും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഈ പരാമർശത്തെക്കുറിച്ചൊക്കെ പരിശോധിക്കുമ്പോഴും കൃത്യമായും അദ്ദേഹത്തിന് ജാമ്യം കിട്ടാനാണ് സാധ്യത എന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും നിലവിലെ ഒരു വേട്ടയാടൽ എന്ന് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ഇത്രയും സമയം അദ്ദേഹത്തെ കസ്റ്റഡിയിൽ വെച്ച് ഈ കാര്യങ്ങളെല്ലാം ചോദ്യം ചെയ്തുകൊണ്ട് ഈ നടപടികളൊക്കെ തുടർന്ന് വരുമ്പോൾ സ്വാഭാവികമായും നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു വേട്ടയാടലിൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ്. അങ്ങനെ TG മോഹൻദാസ് എന്ന ഒരു വ്യക്തിയെ ഏതൊക്കെ തരത്തിലാണ് വേട്ടയാടാൻ സാധിക്കുക, അതിനെ പോലീസിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചെയ്തു വരുന്ന ആ ഒരു ഭരണകൂടമാണ് ഇന്ന് കേരളത്തിലുള്ളത് എന്നതാണ്. അതേസമയം തന്നെ മറ്റൊരുപാട് പരാമർശങ്ങൾ ഇന്നും പരാതികളൊക്കെ പോലീസ് സ്റ്റേഷനുകളിൽ അങ്ങനെ കെട്ടിക്കൂടി കിടക്കുകയാണ്. അതായത് ഈ അടുത്ത കാലത്ത് തന്നെ പ്രധാനമന്ത്രിക്ക് എതിരെയുള്ള അല്ലെങ്കിൽ പ്രധാനമന്ത്രിയെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള ജാൻമണി ദാസിനെതിരെയുള്ള പരാതികൾ ഓരോ ജില്ലകളിലും പരാതി കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിലൊന്നും പോലീസ് നടപടി ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ഒരുപാട് പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിലൊന്നും പോലീസ് നടപടി ഉണ്ടായിട്ടില്ല. TG മോഹൻദാസിനെതിരെ മാത്രമാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഈ നടപടി ഉണ്ടാകുന്നത്. അത് കൃത്യമായിട്ടും രാഷ്ട്രീയ ഇടപെടൽ, ആ ഒരു സമ്മർദ്ദം, ആ ഒരു താല്പര്യം എന്നിവ മുൻനിർത്തിക്കൊണ്ടുള്ളതാണ് എന്നതിൽ മാറ്റമില്ല. അദ്ദേഹം ഇപ്പോൾ ഒന്നും പ്രതികരിച്ചിട്ടില്ല. കാരണം അത് കോടതിയിൽ കാണാമെന്നുള്ള ഒരു ഭാഷയിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അദ്ദേഹം കൂളായി തന്നെ ഈ നടപടികളെല്ലാം സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്.
കാരണം കോടതിയിൽ അദ്ദേഹത്തിന് കൃത്യമായും കാര്യങ്ങൾ ബോധിപ്പിക്കാൻ അറിയാം. അദ്ദേഹം എന്താണ് പറഞ്ഞത് എന്നതും ഈ ഈ സമരത്തെ സ്വാഭാവികമായും നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിനുള്ളിലേക്ക് കലാപം സൃഷ്ടിക്കുവാൻ വേണ്ടി ചിലർ ഒന്ന് ഇടപെടുകയാണ്. ഇപ്പോൾ കോടതിയിൽ എത്തിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വിനീഷ് ഉണ്ട്. വിനീഷ്, എന്താണ് വിവരങ്ങൾ? പാറ്റ സമരത്തിനെതിരെ നടത്തിയ പരാമർശത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്ത TG മോഹൻദാസിനെ ഇപ്പോൾ കോടതിയിൽ എത്തിയിരിക്കുകയാണ്. വഞ്ചിയൂർ കോടതിയിൽ എത്തിച്ചിരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ബിനീഷ്, നിലവിൽ ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് എന്താണ്? TG മോഹൻദാസിനെ തിരുവനന്തപുരത്തെ വഞ്ചൂർ കോടതിയിലേക്ക് എത്തിക്കുന്ന സമയത്ത് SFI പ്രവർത്തകർ പ്രതിഷേധവുമായി ഇവിടേക്ക് എത്തി. ഇപ്പോൾ കരിങ്കൊടി കാണിച്ചിരിക്കുകയാണ്. നിലവിൽ അദ്ദേഹത്തെ തിരുവനന്തപുരത്തെ വഞ്ചൂർ കോടതിക്കുള്ളിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ മജിസ്ട്രേറ്റിന് മുന്നിൽ പോലീസ് ഹാജരാക്കും. അതേസമയം നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് പോലീസ് നിസ്സംഗ മനോഭാവം കാണിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്കിവിടെ കാണാൻ സാധിച്ചത്. കാരണം SFIയുടെ പ്രവർത്തകർ നേരത്തെ തന്നെ ഈ വഞ്ചൂർ കോടതിയുടെ മുന്നിലെത്തി തമ്പടിച്ചു നിന്ന് പ്രതിഷേധത്തിനുള്ള ഒരു സാഹചര്യം ഒരുക്കുന്ന ഘട്ടത്തിൽ പോലും അപ്പോഴും പോലീസ് യാതൊരുവിധമായ നടപടി സ്വീകരിച്ചില്ല. പ്രത്യേകിച്ച് SFI പ്രവർത്തകരെ മാറ്റാനുള്ള സമീപനത്തിൽ പോലും കടന്നിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായിരുന്നാലും നിലവിൽ അദ്ദേഹത്തെ വഞ്ചൂർ കോടതിക്കുള്ളിലേക്ക് പ്രവേശിപ്പിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജാമ്യാപേക്ഷയ്ക്കുള്ള നടപടികൾ ആരംഭിക്കും എന്നതാണ്.